ഇപ്പോൾ വരുന്നൊരു വാർത്ത. കാർഷിക സർവകലാശാല VC ബി അശോകിനെതിരെ പ്രതിഷേധവുമായി SFI. റെയിൽവേ സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. സുനുഷ അയലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനുഷ അയലൂർ, ഇപ്പോൾ ബി അശോകിന്റെ നേരത്തെയുള്ള നിയമനത്തിൽ CAT ഇടപെട്ടിരുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് SFI ബി അശോകിനെ തടയാൻ തീരുമാനിച്ചത്? എന്താണ് സംഭവിച്ചത് സുനുഷ? അരുൺ, കാർഷിക സർവകലാശാലയിലെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. ഇന്ന് ഈ ബി അശോക് VC മണ്ണുത്തിയിൽ നിന്ന് വരുന്ന വഴി SFI കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ബി അശോകിന്റെ തിരുവനന്തപുരത്ത് വീട്ടിലെത്തി SFI പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഫീസ് ഇത്തരത്തിൽ കുത്തനെ വർദ്ധിപ്പിക്കുന്നത് അത് വിദ്യാർത്ഥികളോടുള്ള നയമല്ല എന്നുള്ളത് തന്നെയാണ് ഈ SFI പ്രവർത്തകർ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ശക്തിപ്പെടുത്തുകയും ചെയ്തത്. നേരത്തെ SFI ഭാരവാഹികൾ ഇദ്ദേഹത്തോട് സംസാരിക്കാനായി പോയിരുന്നു. അന്ന് ഇവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലായിരുന്നു ബി അശോക് VC സംസാരിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഏതായാലും പ്രതിഷേധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത്. SFI സംസ്ഥാന ഭാരവാഹികൾ അടക്കം ഇവിടെ ഉണ്ടെങ്കിലാണ് പ്രതിഷേധം ശക്തിപ്പെടുത്തുക തന്നെയാണ്. തീർച്ചയായും പ്രതിഷേധം ശക്തിപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഈ ഫീസ് വർധനവ്, അനിയന്ത്രിതമായി നടത്തിയിട്ടുള്ള ഈ ഫീസ് വർധനവ് പിൻവലിക്കുന്നത് വരെയും ഞങ്ങൾ സമരത്തിലുണ്ടാകും. ആ സമരം തുടരുക തന്നെ ചെയ്യും. അതായത് VC എത്തുമ്പോൾ തടയുക, അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാം. ഇന്ന് ജനാധിപത്യപരമായി ഞങ്ങളുടെ 5ാമത്തെ സമരമാണ് കാർഷിക സർവകലാശാലയിലേക്ക് നടന്നത്. അതിന്റെ ഭാഗമായി ഇന്നൊരു പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ 4 പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലാണ് വെച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ. സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള സമരം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരം, ന്യായമായ സമരം, ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് നികുതി പണം വാങ്ങി ജനങ്ങളെ തന്നെ സേവിക്കേണ്ട ഒരു സിവിൽ സർവന്റ്, ഒരു VC വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായ പ്രതികരണമുണ്ടാവും, പ്രതിഷേധമുണ്ടാവും. ആ പ്രതിഷേധത്തിന്റെ ഇടയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വല്ലാതെ അപമാനിക്കാനും തെറ്റായ നിലയിൽ പെരുമാറാനുമാണ് ബി അശോകിനെ പോലുള്ളവർ മുന്നോട്ട് വരുന്നത്. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ നിന്നും കോളേജിൽ നിന്നും പഠിച്ചു വന്ന IAS ആയ ആളാണ്. നാളെ അദ്ദേഹത്തെ പോലെ ആളുകൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആവരുത് എന്ന ബോധമാണ് അദ്ദേഹത്തെ നയിക്കുന്നതെന്ന് തോന്നുന്നു. ആ ബോധത്തിൽ നിന്ന് അദ്ദേഹത്തെ പിൻവലിക്കണം. സ്വാഭാവികമായും മന്ത്രി ഉൾപ്പെടെ K. രാജൻ മിനിസ്റ്റർ, P. പ്രസാദ് മിനിസ്റ്റർ, ഇവരൊക്കെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും അറിയാതെ എടുത്ത ഒരു തീരുമാനത്തെ അവരുടെ തലയിൽ വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോ അദ്ദേഹം തെറ്റിദ്ധാരണാജനകമായി പ്രസ്താവനകളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരം തന്നെയാണ് ഉദ്ദേശം. കാർഷിക സർവകലാശാല VCയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടയുകയായിരുന്നു SFI പ്രവർത്തകർ. പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.